ഹേയ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇന്ന് ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ട്രിപ്പൊക്കെ പോകണത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ട്രിപ്പൊക്കെ പോകാനൊരു ആഗ്രഹം. അങ്ങനെ ഞങ്ങളും ട്രിപ്പ് പോവുകയാണ്. വട്ടവടയിലേക്കാണ് കേട്ടോ പോണേ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ രാവിലത്തെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്കായപ്പോഴത്തേക്കും മൂന്നാർ എത്തിയിട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മൂന്നാർ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല, നേരെ വട്ടവടയിലേക്ക് പോകാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ പോണ വഴി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മൂന്നാർ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് പിന്നെ കുറേ ടൈമും ഞങ്ങൾ പോയിട്ടും നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ കുറേ പോയതിന് ശേഷം ഞങ്ങൾ മഴയുണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു ആ പോയ ടൈമിൽ. അപ്പോൾ കുറച്ച് നേരമൊക്കെ മോൻ മുകളിൽ എഴുന്നേറ്റൊക്കെ നിന്നതൊക്കെ കാണുമായിരുന്നു. പിന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങി, കാരണം കാറ്റും തണുപ്പൊക്കെ കൂടി ആകുമ്പോൾ പറ്റില്ലല്ലോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, മഴയും ആ ഒരു കോടയും ഒക്കെ കൂടിയിട്ട്. അതിൻ്റെ ഇടയിലൊരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കട അന്വേഷിച്ച് എന്തെങ്കിലും കഴിക്കാനായിട്ട്, കുട്ടികളുണ്ടല്ലോ അവർക്കും വിശക്കുമല്ലോ എന്ന് വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു ഷോപ്പ് അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും ഷോപ്പൊന്നും കണ്ടില്ല. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു ഇതിൽ അപ്പോൾ ബ്രെഡ് ഓംലേറ്റും കുറച്ച് നൂഡിൽസും കോഫിയും അങ്ങനെയൊക്കെ വാങ്ങിച്ചു മക്കൾക്കും കൊടുത്ത് അത് കഴിക്കുകയാണ്. പക്ഷെ നല്ല മഴയും തണുപ്പും ഒക്കെ ആയിട്ട് ഈ ചൂടും ഇതൊക്കെ ആയിട്ട് കഴിച്ചപ്പോൾ വേറെ എന്തെങ്കിലും കഴിക്കണേലും ബിരിയാണി അതും ചോറും കഴിക്കണേലും ഒരു ടേസ്റ്റ് തോന്നിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വട്ടവടയിലേക്ക് നേരിട്ട്, വേറെ എവിടെയും മഴയായിരുന്നു, അതുകൊണ്ട് എവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾക്ക് കാട്ടാനെ കണ്ടിട്ടോ, 5 എണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു നേരെ റിസോർട്ടിലേക്ക് എത്തി. ക്യാമ്പസ് നോയൽ എന്നും പറഞ്ഞുള്ള വട്ടവടയിലുള്ള റിസോർട്ടിലായിരുന്നു കേട്ടോ. അടിപൊളി റിസോർട്ടൊക്കെ ആയിരുന്നു. അവിടെ ചെന്ന് അവരൊരു കോഫിയൊക്കെ തന്ന് പിന്നെ റൂമൊക്കെ കാണിച്ച് നേരെ റൂമിലേക്ക് പോയി. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ പുറത്തുള്ള അടിപൊളി സ്ഥലമായിരുന്നു. കാരണം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസായിരുന്നു അത്. അങ്ങനെ റൂമിലെത്തി. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം. ഫസ്റ്റ് ഒരു വിസിറ്റിംഗ് ഏരിയ പോലെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൂമായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ടിവിയും എല്ലാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി ബെഡ്റൂമാണ്. അപ്പോൾ വന്ന പാടെ ഞാൻ റൂമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരൊക്കെ കൂടി ആകെ കുളമാവുമല്ലോ. അപ്പോൾ വേഗം അത് വീഡിയോ എടുത്ത് വെക്കാമെന്നും പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതൊരു ഡ്രസ്സിങ് റൂം പോലെ ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. അവിടെ ഡ്രസ്സിങ് ടേബിളും മിററും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കബോർഡ്, അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിങ് റൂമിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു റൂമാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റൂമിലൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. പൂളുണ്ട്, പാർക്ക്, അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി മക്കൾ പാർക്കിലൊക്കെ കുറച്ച് നേരം കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് നേരം പൂളിലൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് പൂളിലൊക്കെ ഒന്ന് പിള്ളേരെയും കൊണ്ട് ഇറങ്ങി. അപ്പോൾ മോളെ കൊണ്ട് പിന്നെയും ഇറങ്ങാൻ പറ്റുന്നുണ്ട്. മോനിക്ക് ഒട്ടും പൂളിൽ ഇറങ്ങുമ്പോഴല്ല, അത് കഴിഞ്ഞ് കയറുമ്പോൾ തണുക്കണമെന്നും പറഞ്ഞൊട്ടും പറ്റണുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി കോഫിയൊക്കെ ഇട്ട് കുടിച്ച് അതിന് ശേഷം ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക്, ഫ്രണ്ട്സോ ഫാമിലി ആരും ഉണ്ടായില്ല, ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടാണ് വന്നത്.
പക്ഷേ ക്യാമ്പ് ഫയറിൽ കുറേ ഫാമിലീസ് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ആയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടും എല്ലാം ഇതായിട്ട് നല്ല അടിപൊളിയായിരുന്നു. മക്കളൊക്കെ നല്ല അടിച്ചു പൊളിച്ചു. പക്ഷേ മോനിക്ക് മാത്രം കുറച്ച് തണുപ്പാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തോ പനി വരാൻ പോവുകയെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊന്നും കുഴപ്പമുണ്ടായില്ല, ഓക്കെ ആയിരുന്നു. കുറേ നേരം ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് പൊളിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. കാരണം പോയി കഴിക്കാൻ മക്കൾക്കൊക്കെ ഉറക്കം തന്നെ, അങ്ങനത്തെയൊക്കെ ക്ഷീണം ഇതൊക്കെ ഈ മോൾ ഉറങ്ങി. അപ്പോൾ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡ് പെയ്ഡായിരുന്നു. നൂഡിൽസും ചിക്കൻ കറി, ചപ്പാത്തി, പിന്നെ ഫ്രൈഡ് റൈസ് അതൊക്കെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉറങ്ങി. പിറ്റേ ദിവസമാണ് പിന്നെ കാണിക്കുന്നത്. പിറ്റേ ദിവസത്തെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മക്കളൊക്കെ ഉറങ്ങണേക്കാൻ മുമ്പെടുത്ത വീഡിയോ ആണ്. ഒരാൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് അവിടെ ജിമ്മുണ്ടെന്ന് പറഞ്ഞു. അവിടേക്കൊന്ന് പോയി. വലിയ സെറ്റപ്പുള്ളതൊന്നുമല്ല, എന്നാലും മക്കളെയും കൊണ്ട് അവിടേക്കൊന്ന് കയറി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വല്ല പൂളിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ ഉള്ള ഇതിലായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയതും ഫുഡും നല്ല ഫുഡൊക്കെ ആയിരുന്നു. അവിടുത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പവും എല്ലാ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസും കോഫിയും, ഞങ്ങൾ സാധാ അപ്പവും ഇതൊക്കെയാണ് എടുത്തത്. ജ്യൂസും കോഫിയൊക്കെ മക്കൾക്കൊക്കെ കൊടുത്ത് അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേഗം പൂളിലേക്ക് ഇറങ്ങണം. 11 മണി വരെ ഉള്ളൂ. അതിന് മുമ്പ് പൂളിലേക്ക് ഇറങ്ങണം. അപ്പോൾ മോനിക്ക് തണുത്തിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ മോളും അടിപൊളിയായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങിയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നടന്നില്ല. മോൾ എന്തേതാ സമ്മതിക്കേണ്ടായില്ല. പിന്നെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് തന്നെ അവിടെ സ്ട്രോബെറി തോട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫാമിലൊക്കെ ഒന്ന് പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്ട്രോബെറി ജാമും കുറച്ച് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവിടെ സ്ട്രോബെറിയുടെ തൈ സെയിലിനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരില്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം തരുമെന്ന് ചോദിച്ചപ്പോൾ 2 തൈകൾ അവർ ഫ്രീ ആയിട്ട് തന്നെ തന്നു കേട്ടോ. തൈകളൊട്ടും അവർ മറ്റുള്ളവർക്ക് കൊടുക്കൂല. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അവിടെ അടുത്ത് തന്നെയാണ് ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. അത് കാണാൻ പോയായിരുന്നു. അവിടെ ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രോബെറി എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് കിട്ടണില്ല. കാരണം അവർ ഫ്രഷായിട്ട് തരുമ്പോൾ നമ്മൾ സാധാ കടയിൽ നിന്ന് കഴിക്കുന്നതിലും വിട്ട് നല്ല ടേസ്റ്റ് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴി നല്ല മഴയായിരുന്നു. അതിൻ്റെ ഇടയിലും ഞങ്ങൾ വഴിയിൽ നിന്നിട്ടാണ്. അപ്പോൾ തലേന്നും അങ്ങനെയൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചാൽ നല്ല കടയൊക്കെ നോക്കി. പക്ഷേ എത്ര ഉണ്ടായില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ പോണ വഴി ഒരു ചെറിയൊരു കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ. അവിടെ എക്കോ പോയിൻറ്റിൽ നിന്നാണ് ബിരിയാണി കഴിച്ചത്. തിരിച്ചു വന്ന് മൂന്നാറിലൊരു പാർക്കിലൊക്കെ കയറി. അവിടെ മറ്റേ മീനുകളുടെയൊക്കെ ഒരു ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടു. അതിൻ്റെ സ്പാ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി. അതിന് കറണ്ട് വന്നതിന് ശേഷം അതിൻ്റെ സ്പായും കാര്യങ്ങളൊക്കെ ചെയ്തു. പാർക്കിൽ കുറച്ച് നേരം കളിയും ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ.